പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തുനബിയുടെ പേരാ, റസൂലുള്ളാന്റെ പേരാ. റസൂലുള്ളാന്റെ പേര് പറയുമ്പോൾ മൗദനിക്ക് 1000 നാവാ. മുത്തുനബിയുടെ പേര് പറയുമ്പോൾ മൗദനിക്ക് 1000 നാവാ. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിപ്പിക്കാൻ മൗദനിക്കും ഇഷ്ടമാ, മൗദനിക്കും ഇഷ്ടമാ. കേരള സംസ്ഥാനത്തിലെ മൗദനി 1998 മാർച്ച് മാസം അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം 2007 ആഗസ്റ്റിൽ പുറത്തേക്ക് വന്നതിന് ശേഷം മൗദനി ഏതെല്ലാം വേദികളിൽ ചെന്നോ, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ചില്ലേ, മൗദനി ചെന്ന വേദിയിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനം സ്വലാത്ത് കാരണമായിട്ട് അരിപ്പോൻ തിരിപ്പോന്ന് പാട്ടുപാടിയ ചെറുപ്പക്കാരന് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനം മുത്തുനബിയെ വിശുദ്ധ റമദാനിലെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് മുത്തുനബിയെ സ്വപ്നം കണ്ടില്ലേ മുസ്ലിമേ? അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാൻ മൗദനി ഒരു നിമിത്തമായില്ലേ? 1994 മൗദനി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പരിസര മലപ്പുറ പ്രദേശത്തില് പ്രസംഗം നടത്തുന്നതിനിടയിൽ മതപ്രസംഗം നടത്താൻ ചെന്ന ഒരു സദസ്സില് മൗദനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്തി ലത്തി അദ്രികനി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്ത് ചൊല്ലിപ്പിച്ചപ്പോൾ ആ സ്വലാത്ത് ചൊല്ലുന്നത് കേട്ടിട്ട് ഡോക്ടറായ MBBS പഠിച്ചിരുന്ന ഒരു സഹോദരി സൽമാ ബീവി എന്ന തങ്ങൾ കുടുംബത്തിൽപ്പെട്ട പെങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടില്ലേ മുസ്ലിമേ? അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാൻ മൗദനി ഒരു നിമിത്തമായില്ലേ? അത് കാരണമായിട്ട് അല്ലാഹു മൗദനിയുടെ പാപങ്ങൾ മോചിപ്പിക്കുമാറാകട്ടെ. മൗദനിയെ ജയിലിലിട്ടത് കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്നവരോട് സന്തോഷത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഒന്നിലധികം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. സുല്ലയിൽ ഒരുമിച്ച് കൂടിയ മക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലിയിട്ട് ധിക്കാരികളായിരുന്ന കള്ളരും കൊള്ളക്കാരുമായിരുന്ന ആളുകൾ ബോംബ് വെച്ച ആളാണോ ഇവയെ താടി വളർത്തിയിരിക്കുന്നത്? ഇദ്ദേഹം എന്തിനാണ് 5 വക്തിലും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്ന് ധിക്കാരികളായ വില്ലന്മാരായ ആളുകൾ മൗദനിയെ നോക്കാൻ തുടങ്ങി. തമിഴ്നാട്ടുകാരനായ സഹോദരൻ കർണാടകയിലെ പരപ്പനഗ്രഹാര ജയിൽ മൗദനിയുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജയിലിലടച്ചത് കൊണ്ടൊന്നുണ്ടായി? ആർക്ക് നഷ്ടമായി? അള്ളാഹുവിന്റെ മതം വളരാൻ റബ്ബ് തീരുമാനിച്ചാൽ പിഞ്ചുമോന് തൂക്കിലേറ്റിയാലും അള്ളാഹുവിന്റെ മതം വളരാനല്ലേ കാരണമായിട്ടുള്ളൂ. അതിന് ജയിലിലടക്കപ്പെട്ടാലും ഒരാളവിടുന്ന് യഥാർത്ഥ വിശ്വാസിയായി ജയിലിൽ നിന്ന് പുറത്തു വരുമെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, മൗദനിയുടെ ജയിൽ മോചനത്തെക്കാളും മൗദനിക്ക് അഭികാമ്യം അത് തന്നെയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ആ ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അർഹമുർറാഹിമീനായ തമ്പുരാനെ, വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12ാമത്തെ ദിവസത്തിലെ സായം സന്ധ്യയിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇതാ റബ്ബേ നിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് 1000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും. ഈ സമയത്തിനിടയിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും. ഈ സ്വലാത്തിനിടയിൽ അൽഹംദുലില്ലാഹ് 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 അല്ലാഹുവിന്റെ പേരിൽ നിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് കാരണമായിട്ട് മൗദനിക്ക് വിമോചനം നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ തീവ്രവാദം പറയുകയല്ല, ഞാൻ പറഞ്ഞത് ഭീകരവാദവുമല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് ബിജാപൂരിലെ സംഭവം അത് രാജ്യസ്നേഹമല്ലേ, ദേശസ്നേഹമല്ലേ? വിഘടനവാദമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കർണാടകയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ നാട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ കോൾ ചെയ്ത് ഇത് ബഷീർ തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്റെ പ്രസംഗം നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകുമല്ലോ. എനിക്കെതിരെ കേസെടുക്കാൻ വല്ല തെളിവുണ്ടാകുമോ? ഇല്ലല്ലോ. കാരണം ഞാൻ മുതാലിക്കിനെ പോലെ പ്രസംഗിക്കാറില്ല, ഞാൻ കള്ളെടുക്ക പ്രഭാകരത്തിനെ പോലെ പ്രസംഗിക്കാറില്ല. ഞാൻ പ്രസംഗിക്കാറുള്ളത് ഇസ്സത്തുള്ള ഇസ്ലാമിനെ പ്രചരണം നടത്തുമ്പോ ദീനിന് വേണ്ടി ശബ്ദിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ ഒരുപക്ഷേ റബ്ബിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാകാൻ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാകാൻ, എനിക്കും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, എനിക്കും പ്രവാചകരെ കാണണം എന്ന് എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ശബ്ദമുയർത്തിയിട്ട് പ്രസംഗിക്കാറുണ്ട്. അത് തീവ്രവാദമാണോ? അത് വിഘടനവാദമാണോ? അത് രാജ്യദ്രോഹമാണോ? എങ്കിലും രാജ്യത്ത് എത്ര ആളുകൾക്കെതിരെ കേസെടുക്കണം? ഞാൻ ചോദിക്കട്ടെ, മൗദനിക്കൊരു നീതി, ഇവിടെ പട്ടിനൊരു നീതി,
പരിപാലിക്കുന്നൊരു നീതി എന്ത് നീതിയാ പ്രിയപ്പെട്ടവരെ? പറ്റൂല. സമയമായ നീതിയാണ്, സൗമ്യമായ നീതിയാണ് ഈ രാജ്യത്തിനുണ്ടാകേണ്ടത്. ഹിന്ദുവും മുസൽമാനും ഭയമില്ലാതെ പേടിയില്ലാതെ ജീവിച്ചു പോകണം, ഐക്യത്തോടുകൂടി ജീവിച്ചു പോകണം, വർഗീയ കലാപങ്ങളില്ലാതെ ജീവിച്ചു പോകണം. വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അധികാരത്തിന്റെ തലപ്പത്തിയിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന ഭരണാധികാരികളും രാഷ്ട്രീയ തമ്പ്രാക്കന്മാർക്കും അവരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് സന്നദ്ധ സംഘടനകളിലൂടെ യഥാർത്ഥ ഇസ്ലാമിനെ പഠിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തെ പഠിച്ച് മുന്നോട്ട് പോകണം. അതിന് അല്ലാഹു ഈ ഒരുമിച്ച് കൂടിയ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിരിയാം. ആ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം. ആ പ്രാർത്ഥനയിൽ അബ്ദുൽ നാസർ മഅ്ദനിക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ വിശുദ്ധ ഖുർആൻ നാം നേരത്തെ ഇവിടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തി, കലണ്ടർ സഅദി മുസ്ലിം സഹോദരന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ വീടിന് അകത്തളത്തേക്ക് കയറിയിട്ട് ആക്രമിച്ചാൽ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തൈനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. പ്രിയപ്പെട്ട മുസ്ലിമേ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റൊരു വീടുകളിൽ നിങ്ങൾ കടന്നു പോകരുത്, ആ വീട്ടുകാരന്റെ സമ്മതമില്ലാതെ കടന്നു പോകരുത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണോ? പ്രിയപ്പെട്ട പ്രഭാഷകന്മാരെ, ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പ്രസംഗിക്കുകയും മുസ്ലിമീങ്ങളെ തീവ്രവാദികളാണെന്ന് പറയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രഭാഷകന്മാരെ, ഞാൻ പറയട്ടെ, ഇസ്ലാം സമാധാനത്തിന്റെ മതമല്ലേ? അതുകൊണ്ടല്ലേ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തൈനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാരെങ്കിലും മനസ്സിലാക്കുന്നത് കൊണ്ടാണോ? ഇസ്ലാമിനെ മനസ്സിലാക്കിയത് കൊണ്ടാണോ? അതല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യമായ അമേരിക്കയിൽ നിന്നോ, അതല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വിരോധി രാജ്യങ്ങളിൽ നിന്ന് അച്ചാരം വാങ്ങിയത് കൊണ്ടാണോ? ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇവിടെ മൈക്ക് കെട്ടുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്, ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിക്മത്തോടുകൂടെ മാത്രമേ നേരത്തെ ഇല്യാസ് ഇവിടെ പ്രസംഗിച്ചതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ മക്കളെ നമുക്ക് മുന്നേറാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ തായിഫിന്റെ മലഞ്ചെരിവിൽ നമുക്കറിയും, 2 പർവ്വതങ്ങൾ കൂട്ടിയിടിച്ചിട്ട് അങ്ങയെ ബുദ്ധിമുട്ടിച്ച, അങ്ങയെ പീഡിപ്പിച്ച, അങ്ങക്ക് ബുദ്ധിമുട്ട് നൽകിയ ഈ മലഞ്ചെരിവിൽ, ഈ ആളുകളെ മലഞ്ചെരിവുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് ഒന്നടങ്കം നശിപ്പിച്ചു കളയട്ടെയോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വേണ്ട ജിബ്രീൽ, എനിക്കെതിരെ കല്ലെറിഞ്ഞ, എനിക്കെതിരെ എന്നെ ബുദ്ധിമുട്ടിച്ച, എന്നെ പീഡിപ്പിച്ച ഈ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും സുഖലോക സ്വർഗത്തിലെത്തുകയാണെങ്കിൽ അതാണ് അഭികാമ്യം. ജിബ്രീൽ ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തമൊഴുകുമ്പോൾ കണ്ണിൽ നിന്ന് കാരുണ്യത്തിന്റെ കണ്ണുനീരൊലിപ്പിച്ച കരുണക്കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി വലഖദ് കറംനാ ബനി ആദം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യനെ നാം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ വലത് കൈയോട് പിടിച്ച് നെഞ്ചോടടിപ്പിച്ച് പിടിക്കുന്ന നാം മടസ്നാനം നടത്തിയിട്ട് ജാതി ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗങ്ങളെ ഒരു ഭാഗത്ത് മടത്തി നിർത്തുക, എന്നിട്ട് കഅബാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വെള്ളക്കാരനായ സൽമാൻ ഇബ്നു ഫാരിസ് ഉണ്ടായിട്ട് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, അബൂബക്കർ സിദ്ദീഖ് ആരാണ്? അവ്വലുമൻ ആമന ബി അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ ദഖലൽ ജന്ന മിൻ ഉമ്മത്തി അബൂബക്കർ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് അടിമച്ചക്കനായി വാർത്തെടുത്തു എന്ന ബഹുമാനപ്പെട്ട ബിലാൽ, കറുത്ത വർഗക്കാരനായ പത്രി പോലെ പരന്ന മൂക്കുള്ള ബിലാൽ, കാട്ടാനയുടെ നിറമുള്ള ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, ബിലാലെ, ഇസ്ലാമിക സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് നീയാണ് ബിലാലെ എന്ന് പറഞ്ഞ് ഇസ്ലാമിക സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഫ്തഹിൽ ബാബ യാ ബിലാൽ, ഖുദ് യാ ബിലാൽ താക്കോല് കൊടുത്തുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഇസ്ലാമിക സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണം നടത്തേണ്ടത് ആരാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ ചുമരെടുത്തു വെച്ചുകൊണ്ട്, ബിലാലെ, ഇവിടെ ചവിട്ടി കയറിയിട്ട്
മുകളിലേക്ക് കയറിയിട്ട് ഇസ്ലാമിക പ്രഭാഷണം നടത്തിക്കൊള്ളൂ, സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണം നടത്തണേ ബിലാൽ എന്ന് പ്രഖ്യാപിച്ച ധ്വനിയുടെ വർണ്ണത്തിന്റെ ഭേദങ്ങൾക്ക് വിരാമം വിളിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഒരു കൈയിൽ പിടിക്കുക. എന്നിട്ട് മുഹമ്മദ് നബി ഐക്യമുണ്ടാക്കിയ ഭീകരവാദിയാണ്, തീവ്രവാദിയാണ് എന്ന് പറയുന്ന അവരുടെ പ്രഭാഷണവും അവരുടെ മുൻഗാമികളുടെ ചരിത്രവും മറുകയിൽ പിടിക്കുക. ഇതിനാണ് അഭികാമ്യം ഉണ്ടാകുക. എവിടെയാ അഭികാമ്യം ഉണ്ടാകുക? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കഅബാലയത്തിന്റെ അരികിലെത്തിയിട്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 പതിറ്റാണ്ട് കാലം അൽ അമീൻ എന്ന് വിളിപ്പേരോടുകൂടെ വിശുദ്ധമായ പരിസര പ്രദേശങ്ങൾ, അറേബ്യൻ പരിസര പ്രദേശങ്ങളിൽ നടന്നു ചെന്നിട്ട് ഒരു ദിവസം മക്കയുടെ മക്കളെ, ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മക്കളെ? മുഹമ്മദേ, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും മുഹമ്മദേ. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും മുഹമ്മദേ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുമോ? അതേ മുഹമ്മദേ, ആ കാണുന്ന പർവ്വതമില്ലേ, ആ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം ആളുകൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് മുഹമ്മദേ നീ പറഞ്ഞാൽ അത് ഞങ്ങൾ അനുസരിക്കും മുഹമ്മദേ എന്ന് പറഞ്ഞ മക്കക്കാർക്കിടയിൽ സത്യത്തിന്റെ മതത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ മുഹമ്മദേ ഇന്നക്കല മജ്നൂൻ, നീ കടുത്ത ഭ്രാന്തനാണെന്ന് വിളിച്ചിട്ട് അനന്ത വിശാലമായ വിഹായസിനെയും പച്ചപ്പെട്ട് വിളിച്ചതുപോലെയുള്ള വിശാലമായ ഭൂമിയിൽ കലകലാരം മുളപ്പിച്ചുകൊണ്ടിരിക്കുന്ന അരുവികളെയും ചെന്നു പതിക്കുന്ന സമുദ്രങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ റബ്ബേകനാണ് കഅബാലയത്തിന്റെ അകത്തളത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ബിംബങ്ങളിൽ ദൈവീകത കൽപ്പിക്കല്ലേ മക്കളെ എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചപ്പോൾ മുഹമ്മദേ ഇന്നക്കല മജ്നൂൻ, നീ കടുത്ത ഭ്രാന്തനാണ് മുഹമ്മദേ എന്ന് പറഞ്ഞ് പ്രവാചകനെ ധിക്കരിച്ചിട്ട് രാജ്യത്തു നിന്ന് ആട്ടിപ്പുറത്താക്കാൻ നേതൃത്വം കൊടുത്ത വിഭാഗം ആളുകൾക്കിടയിൽ ഒരു 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം 10,000 കണക്കിന് അനുയായികളുമായിട്ട് തിരിച്ചെത്തിയപ്പോൾ